हम लोग पूरी जगह देख लिया. സ്ഥലം മുഴുവൻ ചുറ്റി കറങ്ങി കണ്ടിക്കണ്. ഇനി ഞങ്ങള് ബസ്സിൽ കയറാണ്. കേറിയപ്പതാക്കണ് 4 ബെഡുകളും നല്ല ഉറക്കാം. ലോകൊക്കെ നാട്ടിൽ നിന്ന് കിട്ടി ഊട്ടിത്തെ തണുപ്പും കൊണ്ട് കടക്കാൻ വേണ്ടി വന്നാൽ അതിൽ തോന്നുന്നു. പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർക്കും ഓരോരോ ക്രൈസ് അല്ലേ. ഏതായാലും നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയേക്കണം. എടെ എന്നെക്കാട്ടും വലിയ വ്ളോഗറോ പരിപ്പോടെ ചായ. നമ്മൾ എത്തിയതാണ് പൈൻ ഫോറസ്റ്റിലാണ്. ഇതൊരു ബഹുത് ബഡ ബഡ പേട് തേക്ക് മിൽസത്തായ തേക്ക് കാണാൻ കഴിയുന്നല്ല പറഞ്ഞു. വലിയ വലിയ മരങ്ങളെ കാണാൻ കഴിയുന്നു. ഹിന്ദിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇറങ്ങിയപ്പോ തന്നെ എല്ലാവരും ഇരുത്തം തുടങ്ങി. എന്നങ്ങോട്ട് ചർച്ച തുടങ്ങിട്ട് വിചാരിച്ച് അതിൽ ഇതാക്കണം നമ്മുടെ ബോസ് നല്ല ടൂൾസ് കൊണ്ട് എടുത്ത് സ്ക്രൂ ഡ്രൈവറും പ്ലെയറും ഒന്നല്ല കേട്ടോ. ഒരു കീസ് വാങ്ങി അതീ കൂട്ടാല ടച്ചിങ്സും ഇതൊക്കെ കൂടി കണ്ടപ്പോ മനസ്സിനെ നാവന്ന് വെള്ളോറിട്ടറിയോ. 4-5 കോലുമ കയറ്റി തൊള്ളിക്ക് ഇട്ട് വയറ്റുന്നൊക്കെ കുടിക്കുകയാണെങ്കിലോ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചുറ്റിനും പറമ്പല്ലേ, കായ് കൊടുക്കാത്ത പരിപാടിയായും. ഈ കുതിരനെ നമുക്ക് ഫ്രൈ ആക്കിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ കിട്ടത്തില്ല. ഇവിടുത്തെ നായ്ക്കുട്ടിനൊക്കെ നല്ല തൊപ്പുണ്ടല്ലോ, അത് മൊത്തം എടുത്ത് വിറ്റ് കായ് ഉണ്ടാക്കിയാലോ. അല്ലി വേണ്ട, ഈ സായിപ്പിനെ പിടിച്ച് വള്ളത്ത് കിട്ടാലോ. കുറെ നേരെ വട്ടന്മാരാതിരി വട്ടം തിരി നടക്കണേ. ഇത് നമ്മളെ കൂട്ടത്ത് പോകുന്ന ആളാണല്ലോ. भाई मुझे अच्छा अच्छा फोटो चाहिए. हाँ भाई मैं क्लिक कर दूंगा. ओके ജോൺ मेरे ജോൺ. സംഭാഷണം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് കടന്നു പോകും. ഇതെന്താടാ വീർപ്പിച്ച് മനസ്സിനെ കാറ്റോ. ഈ കളി കൊള്ളാലോ. ഒരു കാല് വെച്ചപ്പോ മൂക്കുത്തി പോകും. റിസ്ക് എടുക്കണ്ടല്ലേ. നമ്മളിങ്ങനെ വെറുതെ തേരാപാര തെണ്ടി അടക്കി. അതിലൊരു ബായിക്കോട്ടെ നമ്മളെ വിളിച്ച് ഫോട്ടോ ചായേ ബായ് കൊഞ്ഞോ ഹെൽപ്പ് പണ്ണുങ്ക. നമ്മളത് കേട്ടതും ചാടിയാണെങ്കിൽ ഫോട്ടോ എടുത്തു കൊടുത്തു. ബായിക്കണി പെരുത്തി ഇഷ്ടായി. 2 പോസ് കൂടി പറഞ്ഞു കൊടുത്തിനി. അതിൽ ബായ് അറേഞ്ചിന്റെ കൂട്ടത്ത് പോരുന്നു. ബായ് ഒടുക്കത്തെ ഫോട്ടോഗ്രാഫറാ. നമ്മളെ ക്രിയേറ്റിവിറ്റി കാണിച്ചു കൊടുത്തു. അതും ബായിക്ക് ഇഷ്ടമായി. അതിൽ ബായ് നമ്മളോട് ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു. നമുക്ക് ഇതില്ലാത്തോണ്ട് ഒരു ഫോട്ടോ കൂടെ എടുത്ത്. അങ്ങനെയാണ് ശരിക്കും ബായിനെ സബ്സ്ക്രൈബർ ആക്കിയത്. ചെക്കൻ പൂനെയിലാണ്. ഞാൻ വിരാട് കോഹ്ലി അല്ല കേട്ടോ. എന്താ എനിക്ക് പറയാല്ലേ, വളരെ നല്ലൊരു ഇതാണിത്.